ശ്രീരാമചന്ദ്രൻ മര്യാദാ പുരുഷോത്തമൻ എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ ആർഷവിദ്യാസമാജത്തിന് എനിക്ക് അവസരം തന്നതിന് എൻ്റെ സംഘാടകരോടുള്ള നന്ദി. ഇത് കേൾക്കുവാൻ ക്ഷമയോടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഉള്ള എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ആദ്യമേ തന്നെ എനിക്ക് കിട്ടിയ വിഷയം ശ്രീരാമചന്ദ്രൻ മര്യാദാ പുരുഷോത്തമൻ എന്നാണ്. ആദ്യം ഈ മര്യാദാ പുരുഷോത്തമൻ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് മര്യാദ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുരുഷോത്തമൻ നമുക്കെല്ലാവർക്കും അറിയാം. പുരുഷൻ പറഞ്ഞ ആരാണ്? മനുഷ്യർ. പല അർത്ഥങ്ങളുണ്ട്. ഇതിലുദ്ദേശിക്കുന്നത് മനുഷ്യൻ അർത്ഥമാണ്. മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ ആൾക്കാരെയാണ് പുരുഷോത്തമന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ആ പദത്തെ മനസ്സിലാക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ മര്യാദ ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു പദമാണ്. കാരണം രണ്ട് തരം മര്യാദകളുണ്ട്. മര്യാദ എന്ന് പറഞ്ഞാൽ ഉചിതമായ പെരുമാറ്റം എന്നാണ് അർത്ഥം. ഔചിത്യത്തോടുകൂടിയുള്ള പെരുമാറ്റ രീതികൾ എന്നാണ് മര്യാദ എന്ന പദത്തിൻ്റെ അർത്ഥം. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സാമൂഹ്യ മര്യാദകൾ, രണ്ട് ധാർമ്മിക മര്യാദകൾ. ഇവ രണ്ടും സംയോജിപ്പിക്കപ്പെടണം. രണ്ടും വേറെ വേറെയുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഇവ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സാമൂഹ്യ മര്യാദകൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ പല ഘടകങ്ങൾ. ഏതൊക്കെയാണ് സമൂഹത്തിൻ്റെ ഘടകങ്ങൾ? കുടുംബം, സമൂഹം, സ്ഥാപനം, ക്ഷേത്രം, ഓഫീസ്, യോഗങ്ങൾ, ഇതുപോലുള്ള ക്ലാസ്സുകൾ, പ്രഭാഷണ വേദികൾ, ഇതെല്ലാം സമൂഹത്തിൻ്റെ പല ഘടകങ്ങളാണ്. രാഷ്ട്രം, ലോകം, ഇവയിൽ നമ്മൾ ഇടപെടുമ്പോൾ, ഇവയിൽ നമ്മൾ ഉൾപ്പെടുമ്പോൾ എന്തൊക്കെയാണോ നമ്മൾ സ്വീകരിക്കേണ്ട നിയമങ്ങൾ, പെരുമാറ്റച്ചട്ടങ്ങൾ എന്നിവയാണ് സാമൂഹ്യ മര്യാദകളെന്ന് പറയുക. കുടുംബ മര്യാദകളുണ്ട്, പെരുമാറ്റ മര്യാദകളുണ്ട്, തീന്മേശ മര്യാദകളുണ്ട്, ടേബിൾ മാനേഴ്സ് ഉണ്ട്, ക്ലാസ്സിൽ അല്ലെങ്കിൽ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള മര്യാദകളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ആരെങ്കിലും ഞാൻ പറയുന്ന സമയത്ത് കോട്ട് വായിടുക, ക്ലോക്കിൽ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഫോണിൽ നോക്കുക തുടങ്ങിയവ ചെയ്താലോ? നമ്മളിവിടെ നല്ല സാമൂഹ്യ മര്യാദ ഉള്ളവർ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. അതുപോലെ ഓഫീസിൽ ഓരോ ഓഫീസിനും അതിൻ്റേതായ മര്യാദകളുണ്ട്. ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റേതായ മര്യാദകളുണ്ട്. ഇപ്പോൾ ചക്കുളത്തുകാവിൽ പോകുമ്പോൾ അവിടെ നാരീ പൂജയുണ്ട്. ശബരിമലയിൽ പോകുമ്പോൾ അവിടെ പ്രത്യേക മര്യാദകളുണ്ട്. അതുപോലെ തന്നെ ആറ്റുകാലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മര്യാദ അല്പം വേറെയാണ്. ഇനി ക്ഷേത്രങ്ങൾക്ക് പൊതുവേ ഇല്ല, ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റേതായ ചില മര്യാദകളുണ്ട്. അത് നമ്മൾ പാലിക്കണം. ചില ഓഫീസുകളിൽ നമ്മൾ ശരിപ്പെട്ട് കയറാം, ചില ഓഫീസിൽ അത് പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെരുപ്പിട്ട് ഞാൻ കയറും എന്ന് ചിലൊന്നും ശരിയാണോ? അപ്പോൾ നമ്മൾ പറയും അതൊക്കെ സാമൂഹ്യ മര്യാദ ഇല്ല എന്ന് പറയും. ഒരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് വേറെ ആർക്കൂടെ സംസാരിച്ചാൽ നമ്മൾ എന്ത് പറയും? അതൊക്കെ സാമൂഹ്യ മര്യാദ ഇല്ലെന്ന് പറയും. അപ്പോൾ സാമൂഹ്യ മര്യാദ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. രണ്ടാമത്തെ മര്യാദ എന്ന് പറഞ്ഞാൽ ധാർമ്മിക മര്യാദയാണ്. ധർമ്മം എന്ന് പറയുന്നത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്.
പക്ഷെ ചെറിയൊരു സൂചന നൽകാം. വ്യക്തിക്കും എന്നുവെച്ചാൽ അവനവനും സമാജത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും എതിരാകാത്തതാണ് ധർമ്മം. അതുപോലെ തന്നെ വ്യക്തിക്കോ അവനവനോ മറ്റുള്ളവർക്കോ പരമനന്മ, ഏറ്റവും ഉയർന്ന നന്മയാണ് പരമനന്മ. പരമനന്മ നൽകുക ചെയ്യുന്നതാണ് ധർമ്മം. ഇപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചുരുങ്ങിയ അർത്ഥത്തിൽ, ചുരുങ്ങിയ ഒരു പരിപ്രേക്ഷ്യത്തിൽ പറഞ്ഞാൽ അർത്ഥം നമുക്കും മറ്റുള്ളവർക്കും എതിരാകാത്തത് ഒന്ന്. രണ്ട്, നമുക്കും മറ്റുള്ളവർക്കും ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്, അതാണ് ധർമ്മം. അങ്ങനെയുള്ള ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പെരുമാറ്റച്ചട്ടങ്ങൾ കൂടിയുണ്ട്. അതിനാണ് ധാർമ്മിക മര്യാദകൾ എന്ന് പറയുക. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റണം. സാമൂഹ്യ മര്യാദ എന്താണ്? ധാർമ്മിക മര്യാദ എന്താണ്? പറയാൻ പറ്റുമോ? ഇവ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചവരാണ് മഹാന്മാർ. അല്ലാതെ ധാർമ്മിക മര്യാദമേ ഉള്ളൂ, സാമൂഹ്യ മര്യാദ പാലിക്കില്ല എന്ന് പറയാനാവില്ല. എനിക്ക് സാമൂഹ്യ മര്യാദയേ ഉള്ളൂ, ധാർമ്മിക മര്യാദ പാലിക്കില്ല എന്ന് പറയാനാവില്ല. പക്ഷെ രണ്ടും രണ്ടാണ്. ഈ സാമൂഹ്യ മര്യാദകളെ കുറിച്ചാണ് സ്മൃതികൾ ചർച്ച ചെയ്യുന്നത്. സ്മൃതി. ധാർമ്മിക മര്യാദകളെ കുറിച്ചാണ് ശ്രുതി ചർച്ച ചെയ്യുന്നത്. സാമൂഹ്യ മര്യാദ, ഒരു കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, ഒരു ഓഫീസിൽ എങ്ങനെ പെരുമാറണം, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം തുടങ്ങിയ കാര്യങ്ങളാണ് സാമൂഹ്യ മര്യാദകൾ. അത് സ്മൃതിയിലാണുള്ളത്. പക്ഷെ എന്നും പ്രസക്തമായ, മനുഷ്യനുള്ള കാലത്തോളം എന്നും എവിടെയും ആർക്കും പ്രസക്തമായ സനാതനമായ ജീവിത നിയമങ്ങളുള്ളത് ശ്രുതിയിലാണ്. ശ്രുതിക്ക് മാറ്റമില്ല. സ്മൃതി കാലമനുസരിച്ച് മാറണം, ദേശം സ്ഥലമനുസരിച്ച് വ്യത്യാസപ്പെടുത്തണം, വ്യക്തികളുടെ മാറ്റമനുസരിച്ച് പരിഷ്കരിക്കപ്പെടണം. അതുപോലെ ശ്രുതിക്കനുസരിച്ചല്ല സ്മൃതിയെങ്കിൽ അത് തിരുത്തണം. അപ്പോൾ സാമൂഹ്യ മര്യാദകൾ സ്മൃതി എന്താണെന്ന് മനസ്സിലായി, ധാർമ്മിക മര്യാദകൾ ശ്രുതി എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഇത്തരം കാര്യങ്ങൾ സംശയമുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹികവും ധാർമ്മികവുമായ മര്യാദകളുടെ കാര്യം പരിഗണിച്ചാൽ പുരുഷോത്തമനായിരുന്നു ശ്രീരാമൻ എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത്, വാൽമീകി രാമായണമാണ് നമ്മൾ ആധികാരികമായിട്ട് എടുക്കേണ്ടത്. കാരണം ശ്രീരാമചന്ദ്രനെ കുറിച്ച് ആദ്യമായി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് വാൽമീകി രാമായണത്തിലാണ്. ശ്രീകൃഷ്ണനെ കുറിച്ച് ആധികാരികമായി കൃത്യമായി അവിടെ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്ന ഒരാൾ രേഖപ്പെടുത്തിയത് വ്യാസമഹാഭാരതത്തിലാണ്. ഇതിനെ ആസ്പദമാക്കി വേണം ശ്രീരാമചന്ദ്രൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ജീവിതവും ദർശനവും ഉപദേശങ്ങളും വിലയിരുത്തുമ്പോൾ നമ്മൾ പ്രമാണമാക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ചില ബാലെ, കഥാപ്രസംഗം, പിന്നീടുണ്ടായ ചില കൃതികൾ, സീരിയൽ, സിനിമ, ഏതെങ്കിലും പഴങ്കഥകൾ, ഐതിഹ്യങ്ങൾ, മുത്തശ്ശി കഥകൾ എന്നിവയെ നോക്കി ഇവരെ വിലയിരുത്തരുതെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ശ്രീരാമചന്ദ്രനെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്? വാൽമീകി രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. എന്തുകൊണ്ടാണ്? ശ്രീരാമചന്ദ്രൻ്റെ യഥാർത്ഥ ദർശനവും ജീവിതവും ഉപദേശങ്ങളും വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നത് വാൽമീകി രാമായണത്തിലാണ്. ഒന്ന്. രണ്ട്, ഇതിഹാസ പദവിയുള്ളത്, ഇതിഹാസം എന്ന് പറയുന്ന പദവിയുള്ളത് വാൽമീകി രാമായണത്തിനും വ്യാസമഹാഭാരതത്തിനും മാത്രമാണ്. പുരാണങ്ങൾക്കൊന്നുമില്ല.
പുരാണങ്ങളൊക്കെ പിന്നീടുണ്ടായതാണ്. അത് നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. നല്ലതെടുക്കണം, ചീത്ത കളയണം. നമ്മൾ ഏത് ഗ്രന്ഥങ്ങളെയും ഏത് നിയമങ്ങളെയും പരിശോധിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നല്ലതായത്, എന്നും പ്രസക്തമായത്, ശ്രുതിക്ക് അനുകൂലമായത് സ്വീകരിക്കണം. ശ്രുതിക്ക് വിരുദ്ധമായത്, മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നത് ഉപേക്ഷിക്കണം. കാലോചിതമായി തിരുത്തേണ്ടത്, പരിഷ്കരിക്കേണ്ടത് പരിഷ്കരിക്കണം. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ അത് ചെയ്യണം. നവോദ്യമം. അങ്ങനെ സ്വീകരണം, പരിഷ്കരണം, തിരസ്കരണം, നവോദ്യമം, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഏത് കാര്യങ്ങളെയും നോക്കുമ്പോൾ ചെയ്യണമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. ശ്രീരാമചന്ദ്രൻ മര്യാദാ പുരുഷോത്തമൻ ആണ് എന്ന് തെളിയിക്കാനായിട്ട് ആയിരക്കണക്കിന് ശ്ലോകങ്ങളും സന്ദർഭങ്ങളുമുണ്ട് വാൽമീകി രാമായണത്തിൽ. ഇതിവിടെ ഈ 1 മണിക്കൂറിനുള്ളിൽ ചർച്ച ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വാൽമീകി രാമായണം പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഉത്തര രാമായണം എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന 7-ാം കാണ്ഡം അടുത്തിടെ കൂട്ടിച്ചേർത്തതാണ്. 14-15 നൂറ്റാണ്ടുകളിൽ മാത്രം കൂട്ടിച്ചേർത്തതാണ്. ഇത് വിശ്വസിച്ചുകൊണ്ടാണ് പലരും ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു, ശ്രീരാമൻ എങ്ങനെയാണ് മാതൃകാ ഭർത്താവാകുക, ഗർഭിണിയായ ഭാര്യ ഉപേക്ഷിച്ചു, മക്കളെ ഉപേക്ഷിച്ചു, മക്കളെ തിരിഞ്ഞു നോക്കിയില്ല, ശംഭൂവൻ എന്നയാളെ വധിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നത് ഉത്തര രാമായണത്തിലാണ്. ഈ ഉത്തര രാമായണം പിന്നീട് 14-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ വാൽമീകി രാമായണത്തോട് ചേർത്ത് വെച്ചു ചില കുബുദ്ധികൾ. പണ്ടങ്ങനെ സാധിക്കും. കാരണം നമ്മൾ ഇന്നത്തെ പോലെയുള്ള പുസ്തകങ്ങളല്ല അന്നുള്ളത്. താളിയോല കെട്ടുകളാണ്. താളിയോല കെട്ടൊന്ന് അഴിച്ചാൽ മതി. അഴിച്ചിട്ട് 7-ാം കാണ്ഡം ചേർത്ത് വെച്ച് അയാൾ കൂട്ടിച്ചേർക്കലായി. പ്രക്ഷേപം പറയും. പ്രക്ഷേപം, കൂട്ടിച്ചേർക്കൽ. കൂട്ടിച്ചേർത്തതിന് പ്രക്ഷിപ്തം എന്ന് പറയും. കൂട്ടിച്ചേർക്കൽ പ്രതിഭാസത്തെ പ്രക്ഷേപം എന്ന് പറയും. കൂട്ടിച്ചേർത്ത കാര്യങ്ങളെ പ്രക്ഷിപ്തം എന്ന് പറയും. ഉത്തരകാന്ഡം കൂട്ടിച്ചേർത്തതാണെന്നതിന് 100 കണക്കിന് തെളിവുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 20-ലേറെ തെളിവുകൾ അശ്വവിദ്യാ സമാജത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കൂട്ടിച്ചേർത്ത്. ഇവിടെ അത് പറയാനുള്ള സമയമില്ല, വിഷയം അതല്ല, സന്ദർഭവും ശരിയല്ല. ഞാൻ പറഞ്ഞത് വാൽമീകി രാമായണം പഠിക്കുമ്പോൾ പോലും അതിൽ ചില പ്രക്ഷേപങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷിപ്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത് വാൽമീകിയുടെ കുഴപ്പമല്ല, ശ്രീരാമൻ്റെ കുഴപ്പമല്ല, അത് ഗ്രന്ഥങ്ങൾക്കുണ്ടാകാവുന്ന ദോഷമാണ്. ഗ്രന്ഥദോഷങ്ങൾ എന്ന് പറയും. ഒരു ഗ്രന്ഥം എഴുതി കുറച്ചു കാലം കഴിയുമ്പോൾ നശിക്കാൻ തുടങ്ങും. അപ്പോൾ അത് പുതുക്കി എഴുതണം. അപ്പോഴും കുറച്ചൊക്കെ വചനങ്ങൾ ആഡ് ചെയ്യാം, ചിലത് മാറ്റാം, ചിലത് തിരുത്താം, ചില കാലപ്പഴക്കം വന്ന് നശിച്ചു പോവാം, ചിലത് ആൾക്കാർ കത്തിക്കാം, നശിപ്പിക്കാം. ഇത് ഗ്രന്ഥങ്ങളുടെ ദോഷമാണ്, എഴുതിയവരുടെയോ ആശയങ്ങളുടെയോ ദോഷമല്ലത്. ഈ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശ്രീരാമചന്ദ്രനെതിരെയുള്ള നിരവധി ദുരാരോപണങ്ങൾ നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ കിട്ടും. യൂട്യൂബിലും ഫേസ്ബുക്ക് തുറന്നാൽ കിട്ടും. ഇതെല്ലാം നമ്മുടെ ജനതയെ കുട്ടിക്കാലം മുതൽ സ്വാധീനിക്കുകയാണ്. ഗർഭിണിയായ ഭാര്യ ഉപേക്ഷിച്ചു, ആരെങ്കിലും പറയുന്നത് കേട്ട്, മക്കളെ തിരിഞ്ഞു നോക്കിയില്ല, ശംഭൂകൻ എന്ന ശൂദ്രനെ വധിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് കൂട്ടിച്ചേർത്ത ഭാഗത്തെ പറ്റിയാണെന്നുള്ളത് എത്രത്തോളം അദ്ദേഹത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന് ആലോചിക്കുക. വാൽമീകി രാമായണം അവസാനിക്കുന്നത് സീതാസമേതനായി പട്ടാഭിഷേകത്തിൽ ഇരിക്കുന്ന ശ്രീരാമനെ വിവരിച്ചുകൊണ്ടാണ് യുദ്ധകാണ്ഡത്തിന് അവസാനം.
അദ്ദേഹം പറയുന്നു 11,000 വർഷം, അത് ദീർഘകാലം എടുത്താൽ മതി. 11,000 വർഷമാണോ എന്ന് തർക്കം വേണ്ട. ദീർഘകാലം പറഞ്ഞ് വളരെ ദീർഘകാലം ശ്രീരാമൻ സീതയോടുകൂടി. സാധാരണ രാജാക്കന്മാരിയ്ക്കുമ്പോൾ അവർ തന്നെയാണ് ഇരിക്കാറുള്ളത്, പട്ടമഹിഷി അപ്പുറത്തായിരിക്കും ഇരിക്കുക. ഇത് പട്ടമഹിഷിയായ ഒരേ ഒരു പത്നിയായ സീതയോടുകൂടി അവിടെ സിംഹാസനത്തിലിരുന്ന് രാജ്യഭാരമേറ്റയാളാണ് ശ്രീരാമൻ. അങ്ങനെ സീതാരാമന്മാരായി രാമരാജ്യം, രാമൻ മാത്രമല്ല രാമരാജ്യം പരിപാലിച്ചത് സീതാരാമന്മാരാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 10,000 വർഷം. ഈ 10,000 വർഷം കഴിഞ്ഞിട്ടാണോ ഉപേക്ഷിക്കുന്നത്? നമ്മളൊന്ന് ആലോചിക്കും. വ്യക്തമായി വാൽമീകി രാമായണം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾക്കെതിരെയാണ് ചില കുബുദ്ധികൾ, ചില പഴങ്കഥകൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചവർ, ശ്രീരാമചന്ദ്രനെ അറിഞ്ഞോ അറിയാതെയോ മോശപ്പെടുത്താൻ ശ്രമിച്ചവർ ചെയ്ത പണികളാണതൊക്കെ. പക്ഷെ നമ്മളുടെ കുഴപ്പം എന്താണെന്നറിയാവോ? നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടതേ വിശ്വസിക്കും. ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടതെന്ന് പറയും. നമ്മുടെ ചരമവാർത്ത പത്രങ്ങളിൽ വന്നാൽ നമ്മൾ പറയും, ഞാൻ മരിച്ചുപോയി, കാരണം പത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബുകാരെല്ലാം പറയുന്നു, വാർത്തകളെല്ലാം വായിക്കുന്നു. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ വിശ്വസിക്കില്ല. മറ്റുള്ളവർ പറയുന്നേ വിശ്വസിക്കും. അത് ശരിയാണോ, അത് വസ്തുനിഷ്ഠമാണോ, വാൽമീകി രാമായണത്തിനനുസരിച്ചാണോ എന്ന് ചിന്തിക്കാൻ പോലും മെനക്കെടാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമൻ എന്നുള്ള ഒരു തലക്കെട്ട് കാണുമ്പോൾ തന്നെ ചിലർ പറയും, വൈറ്റ് വാഷിങ്, മോശപ്പെട്ട ആളെ നല്ലതാക്കാൻ ശ്രമിക്കുന്ന വൈറ്റ് വാഷിങ്ങിന് വേണ്ടി ഒരാൾ എത്തിയിരിക്കുന്നതായിരിക്കും ആദ്യ ആരോപണം. ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ആദ്യം ചെയ്യുന്ന ആരോപണം നമ്മുടെ ആൾക്കാർ തന്നെ ആയിരിക്കും, ഹിന്ദു നാമധാരികൾ തന്നെ ആയിരിക്കും. ഇനി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ചില മാമൂൽവാദികൾ സനാതനധർമ്മത്തിനെതിരെ ജാതി, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, അത്യാചാരങ്ങൾ, അജ്ഞത, പ്രമാദം, ഇതെല്ലാം കൈയാടുന്ന ചില ശക്തികൾ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിതെല്ലാം അനുഭവിക്കുന്നത്. അവരിതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാനാവും? അതുകൊണ്ട് ഒന്നാമത്തെ സമരം ശ്രീരാമനെതിരെ, ശ്രീകൃഷ്ണനെതിരെ, സനാതനധർമ്മത്തിനെതിരെ ആക്ഷേപം ചൊരിയുന്നവരോടല്ല. ആദ്യം നമ്മുടെ ഇടയിലുള്ള ഈ മാമൂൽവാദികളെ തിരുത്തുവാൻ പറ്റണം. എങ്ങനെ തിരുത്തും? ചെവിക്ക് പിടിച്ചിരുത്താൻ പറ്റുമോ? കാര്യം അവർ നിരപരാധികളാണ്. അവർ ചെറുപ്പം മുതൽ കേട്ട കഥകളാണത്. വഴക്കിട്ട് വടിയെടുത്തിരുത്താൻ പറ്റുമോ? വ്യക്തമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതാണ് വാൽമീകി രാമായണം പറയുന്നത്, ഉത്തരരാമായണം കൂട്ടിച്ചേർത്തതാണ്, ഉത്തരകാണ്ഡം കൂട്ടിച്ചേർത്തതാണ്, വ്യക്തമായ തെളിവുകൾ ഇതാണ് എന്ന് വ്യക്തമായ തെളിവുകളും യുക്തിയും വെച്ച് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനതയിൽ തന്നെ ഇത് മാറാതെ എങ്ങനെയാണ് നമുക്ക് ഇവരെ പ്രതിരോധിക്കാൻ കഴിയുക? അപ്പോൾ മര്യാദാ പുരുഷോത്തമം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ധാർമ്മിക മര്യാദകളുടെ കാര്യത്തിലും സാമൂഹ്യ മര്യാദകളുടെ കാര്യത്തിലും പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വാൽമീകി രാമായണത്തിലെ പ്രക്ഷിപ്ത ഭാഗങ്ങൾ നീക്കി പഠിക്കുമ്പോഴേ വ്യക്തമാക്കുകയുള്ളൂ. വേറെ ഒരു രാമായണവും ഇതിനു വേണ്ടി നോക്കരുത്. മഹാഭാരതത്തെ പഠിക്കുവാൻ വേണ്ടി 2-ാം മുഴം നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ഇനി ഞാൻ ഉറങ്ങട്ടെ നോക്കിയാലോ? ഭാരത പര്യടനം കുട്ടിക്കൃഷ്ണന്മാരുടെ നോക്കിയാലോ? മഹാഭാരതം പഠിക്കുക എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടും നോക്കിയിട്ടും കാര്യമില്ല. വ്യാസമഹാഭാരതം മൂലം തന്നെ നോക്കണം. ശ്രീരാമനെക്കുറിച്ച് ശരിയായിട്ട് അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വാൽമീകി രാമായണം മൂലം ഈ പ്രക്ഷിപ്ത ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാഗം തന്നെ വായിക്കണം. അതുകൊണ്ട് എല്ലാവരോടുമുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ രാമായണ മാസങ്ങൾ നടക്കുമ്പോൾ രാമായണ തത്വ മീമാംസ
പോലുള്ള ചടങ്ങ് നടത്തുമ്പോൾ വാൽമീകി രാമായണത്തിൽ എങ്ങനെയാണ് ശ്രീരാമനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ചിലപ്പോൾ നമ്മൾ തന്നെ അറിവില്ലെങ്കിൽ ശ്രീരാമനെ കുറ്റം പറയുന്ന സാഹചര്യം ഉണ്ടാവും. അതിന് മറ്റുള്ളവരെന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയക്കാർ നമ്മളെ ആക്ഷേപിക്കുന്നു, ക്രിസ്ത്യാനികൾ ആക്ഷേപിക്കുന്നു, മുസ്ലിങ്ങൾ ആക്ഷേപിക്കുന്നു, യുക്തിവാദികൾ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബോധമുള്ളവർ അപഹസിക്കുന്ന രീതിയിലാണ് ചില ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. അത് മാറ്റാനുള്ള വലിയൊരു മൂവ്മെൻ്റാണ് ഉണ്ടാകേണ്ടത്. അതാണ് ആദ്യമായി പറയാനുള്ളത്. അപ്പോൾ സാമൂഹ്യ മര്യാദ എന്താണെന്ന് മനസ്സിലായി, അതുപോലെ ധാർമ്മിക മര്യാദ എന്താണെന്ന് മനസ്സിലായി. വ്യക്തിക്കും സമാജത്തിനും നന്മ ചെയ്യുന്ന ശാശ്വത നിയമങ്ങളെയാണ് ധർമ്മം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാശ്വതമാണ്. ഇത് ഭാരതത്തിൽ മാത്രമല്ല, ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലും അത് പ്രസക്തമാണ്. എവിടെയും പ്രസക്തമാണ്, എന്നും പ്രസക്തമാണ്. കൃതയുഗത്തിലാവട്ടെ, ത്രേതായുഗത്തിലാവട്ടെ, ദ്വാപരയുഗത്തിലാവട്ടെ, കലിയുഗത്തിലാവട്ടെ പ്രസക്തമാണ്. ആർക്കും പ്രസക്തമാണ്. കൊച്ചുകുട്ടികൾക്കാവട്ടെ, വലിയവർക്കാവട്ടെ, സ്ത്രീകൾക്കാവട്ടെ, പുരുഷന്മാർക്കാവട്ടെ, എല്ലാവർക്കും പ്രസക്തമാണ്. അപ്പോൾ എന്നും എവിടെയും ആർക്കും പ്രസക്തമാകുന്ന സനാതനമായ ജീവിത മൂല്യങ്ങളെയും പെരുമാറ്റ രീതികളെയുമാണ് ധാർമ്മിക മര്യാദകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ശ്രീരാമനെ പോലെ ഉജ്ജ്വലമായ മര്യാദകളുടെ എല്ലാം മൂർത്തിമത് ഭാവമായ ഒരു വ്യക്തിയെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അത് വാൽമീകി രാമായണത്തിൻ്റെ ആദ്യ കാണ്ഡത്തിൽ തന്നെയുണ്ട്. ബാലകാണ്ഡത്തിൽ ആദ്യ സർഗത്തിൽ തന്നെയുണ്ട്. കാണ്ഡം അധ്യായത്തിന് പറയുന്ന പേരാണ്, ഭാഗത്തിന് പറയുന്ന പേരാണ് കാണ്ഡം, അധ്യായത്തിന് പറയുന്ന പേരാണ് സർഗം, ശ്ലോകങ്ങൾക്ക് ശ്ലോകവും തന്നെ പറയും. ബാലകാണ്ഡത്തിൽ ആദ്യ സർഗത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. ആദ്യം അവിടെ നാരദ മഹർഷിയോട് വാൽമീകി മഹർഷി ചോദിക്കുന്നു. ചില ഉത്തമമായ ഗുണങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു, ഇത്രയും ഗുണങ്ങളുള്ള ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ ശ്ലോകങ്ങളോ അർത്ഥങ്ങളോ ഒന്നും പറയുന്നില്ല, സമയമില്ല. കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ധർമ്മത്തെക്കുറിച്ച് ശരിയായി അറിയുന്ന ആൾ ധർമ്മജ്ഞനാണോ? ധർമ്മജ്ഞനായിട്ടുള്ള ശരിയായ രീതി ധർമ്മം എന്താണെന്ന് അറിയാവുന്നവനാണ് ധർമ്മജ്ഞൻ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കൃതജ്ഞൻ. ഇതാണ് കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ. വലിയൊരു ഗുണമാണത്. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരെങ്കിലും ഒരു വഴികാട്ടിയിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി ഉണ്ടാവുക, എടുത്തതിലേറെ തിരിച്ചു കൊടുക്കുക. ഇതിനെയാണ് കൃതജ്ഞത എന്ന് പറയുക. ചെയ്യേണ്ടതെന്തെന്ന് വ്യക്തമായി അറിയാവുന്നവൻ, ചെയ്യരുതാത്തതെന്താണെന്നും ബോധമുള്ളവൻ കൃതജ്ഞൻ, നന്ദിയുള്ളവൻ. നമ്മുടെ സനാതന ധർമ്മത്തിലെ ആദ്യ സാധന അതാണ്, നന്ദി സാധനയാണ്. ഇത് അനുഷ്ഠിക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളാക്കുന്നതിൽ സഹായിച്ച ചില വ്യക്തികളുടെ കാര്യം എഴുതുക. ഈശ്വരനുണ്ടാവും, ഗുരുപരമ്പരകളുണ്ടാവും, പവിത്രമായ സനാതനധർമ്മമുണ്ടാവും, മഹാത്മാക്കൾ, നമുക്ക് പേരറിയാത്ത നിരവധി അറിവും നന്മയും പ്രദാനം ചെയ്ത മഹാത്മാക്കളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ പേരെഴുതാൻ പറ്റില്ല, പക്ഷേ അച്ഛൻ്റെ പേരെഴുതാമല്ലോ. അച്ഛൻ്റെ പേരെഴുതാം, അമ്മയുടെ പേരെഴുതാം, അച്ഛൻ്റെ അമ്മയുടെ പേരറിയാമെങ്കിൽ എഴുതാം. അറിയാത്തവരുണ്ട്. അമ്മയുടെ അച്ഛൻ്റെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ, നമുക്ക് നീണ്ട പ്രശ്നമാണ്. അവരൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്.
അവരുടെ ജീൻ നമ്മളിലുണ്ട്. അതിനോട് നീതി പുലർത്താതിരുന്നാൽ, നന്ദിയില്ലാതിരുന്നാൽ നമ്മൾ ഗുരുത്വലംഘനമുള്ളവരായി മാറും, ഗുരുത്തക്കേടുള്ളവരായിട്ട് മാറും. നാട്ടുഭാഷയിൽ പറഞ്ഞ് ആദ്യത എഴുതി വയ്ക്കുക. പിന്നെ നമ്മളെ സഹായിച്ചവരുണ്ടാവില്ലേ? അധ്യാപകരുണ്ടാവും, നല്ല വഴി പറഞ്ഞു തന്നവരുണ്ടാവും, ആപഘട്ടത്തിൽ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവരുണ്ടാകും, ഇടറാൻ പോയപ്പോൾ കൈകൾ പിടിച്ചുയർത്തിയവരുണ്ടാകും, സാമ്പത്തികമായി സഹായിച്ചവരുണ്ടാവും, ജോലി തന്ന് സഹായിച്ചവരുണ്ടാകും. എത്രയോ ആൾക്കാരുണ്ടാവും. ഭാര്യയുണ്ടാവും, ഭർത്താവുണ്ടാവും, മക്കളുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. നമ്മളെ സഹായിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ടാവില്ലേ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണും, അഡ്വക്കേറ്റുമാരെ കാണും, ജഡ്ജിമാർ കാണും. അറിയാവുന്നവരുടെയൊക്കെ പേരെടുത്ത് ഇവരോട് ആദ്യം നിറഞ്ഞ നന്ദി പറയണം. ആത്മാർത്ഥമായ നന്ദി. വെറുതെ പേരിനൊരു താങ്ക് യു അല്ല, ആത്മാർത്ഥമായ നന്ദി. നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ ഇതിനൊക്കെ തിരിച്ചു കൊടുക്കാൻ, എടുത്തതിലേറെ തിരിച്ചു കൊടുക്കാനുള്ളൊരു പ്രവർത്തനം കൂടി ഉണ്ടാകണം. ഇതാണ് സനാതന ധർമ്മസാര സർവസ്വം. കൃതജ്ഞത. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പഠിക്കാം. ഏതായാലും കൃതജ്ഞത എന്നുള്ള ഗുണം ശരിയായ രീതിയിൽ പുലർത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ധർമ്മജ്ഞൻ എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വ്യക്തിക്കും സമാജത്തിനും നന്മ ചെയ്യുന്ന ശാശ്വത നിയമങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അടുത്ത് തന്നെ പറയുന്നു ധർമ്മജ്ഞ പറഞ്ഞിട്ട് അടുത്ത് പറയും കൃതജ്ഞൻ. അപ്പോൾ അത് പഠിച്ചാൽ എന്താണ് ചെയ്യുക? കൃതജ്ഞനായിരിക്കുവൻ. കൃതജ്ഞതയില്ലാത്ത ഒരാൾ സനാതനധർമ്മത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഗുരുത്വലംഘനമുള്ളവർ പാടില്ല. ധർമ്മജ്ഞനായ ആരെങ്കിലും ഉണ്ടോ? കൃതജ്ഞനായ ആരെങ്കിലും ഉണ്ടോ? നീതിമാനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ശരിയായി ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ ഇളകാത്തവൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇളകാത്ത ആളാ ശ്രീരാമൻ. അതാണ് വല്ലവരും പറഞ്ഞ് ഭാര്യ ഉപേക്ഷിക്കില്ല. തനിക്ക് ബോധ്യമുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ശ്രീരാമൻ. ദൃഢവ്രതനായ, തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ ഈ ലോകം മുഴുവനെതിരായാൽ പോലും മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചുകൊള്ളട്ടെ, വിമർശിച്ചുകൊള്ളട്ടെ, ഒറ്റപ്പെടുത്തിക്കോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, എങ്കിലും ഇളകാത്ത ദൃഢവ്രതനായ ഒരാളുണ്ടോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പം നാരദൻ പറയുകയാണ്, എല്ലാ ലോകങ്ങളും അറിയാവുന്ന ഒരാളാണല്ലോ നാരദൻ. അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് പറ്റിയ അതെല്ലാം ഉള്ള ഒരാളെ കണ്ടുകിട്ടുക പ്രയാസമാണ്. പക്ഷെ ഇതിലധികവും ഗുണങ്ങളുള്ള ഒരാളെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ശ്രീരാമനെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ അതാണ് തുടക്കം തന്നെ. അങ്ങനെ നാരദൻ വാൽമീകിയോട് പറഞ്ഞ 100 ശ്ലോകങ്ങളാണ് യഥാർത്ഥത്തിലുള്ള മൂലരാമായണം. ഇത് വാൽമീകി അന്തർദർശനവും ഭാവനയും കാവ്യാംശം കൂടിയുണ്ട്. അതനുസരിച്ച് വിശദീകരിച്ചെഴുതിയതാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ. ഇതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതിനകത്ത് ഇതിഹാസത്തിന് എന്തെല്ലാം വരും? ധർമാധർമ്മ ചർച്ച വരും, ധർമ്മത്തിൻ്റെതായ ഉന്നത മാതൃകകൾ വരും, ചരിത്രമുണ്ടാകും, കാവ്യം കൂടി ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ഹിമാലയം പോലെ ഉത്തുംഗശേഷം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ അത്ര പൊക്കമുണ്ടെന്നാണോ അർത്ഥം? കാവ്യം കൂടിയാണ് ഇതിഹാസം. കുറച്ച് അതിശയോക്തി ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പോൾ പഴശ്ശിരാജയുടെ കാര്യം എടുക്കുക. പഴശ്ശിരാജ ജീവിച്ചിരുന്ന ആളാണോ അല്ലയോ? ആണോ? പഴശ്ശിരാജ ജീവിച്ചിരിക്കുന്ന ആളാണോ? എന്നാൽ പഴശ്ശിരാജയുടെ പേരിൽ സിനിമ എടുത്തുനിന്നിരിക്കട്ടെ. അത് ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയ സിനിമയായിരിക്കും. പക്ഷേ പഴശ്ശിരാജ യഥാർത്ഥത്തിൽ സംഭാഷണം ചെയ്തതെല്ലാം അതിനകത്ത് വരണമെന്നുണ്ടോ? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അവരുടെ സംഭാഷണം കൊണ്ട് നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് കാവ്യം ചെയ്യുക. ഡയറിക്കുറിപ്പ് പോലെ അല്ലല്ലോ, കഥ പോലെയല്ല. എൻ്റെ ചരിത്ര നാടകീയത വരണമെങ്കിൽ അങ്ങനെ വേണ്ടി വരും. ഇപ്പം കാവ്യം എന്താണെന്ന് മനസ്സിലാക്കണം.
അല്ലാതെ നമ്മുടെ പ്രഭാഷണങ്ങളെല്ലാം ഒരാൾ പുറകെ നടന്ന് എഴുതിയെടുക്കുന്നു. അങ്ങനെ ഗുഡ് വിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഗുഡ് വിൻ. സ്വാമി വിവേകാനന്ദൻ്റെ പുറകെ നടന്ന് എഴുതിയെടുക്കുന്നു. സ്വാമി വിവേകാനന്ദൻ ആരെയൊക്കെ കണ്ടു അത് എഴുതിയെടുക്കുന്നു, എന്തൊക്കെ സംസാരിച്ചു അത് എഴുതിയെടുക്കുന്നു. അതുപോലുള്ള ജീവചരിത്ര കുറിപ്പല്ല ഇതിഹാസം. അപ്പോൾ വാൽമീകിയുടേതായ ചില ഭാവനകൾ കൂടി ഉണ്ടാവും. അത് നമുക്ക് പിന്നീട് അത് വിശദമായി പഠിക്കുമ്പോൾ മനസ്സിലാകും. അല്ലെങ്കിൽ ഈ കാവ്യം, ഇപ്പോൾ എന്തിനാണ് കാവ്യം ചോദിച്ചാൽ, കാവ്യമായതുകൊണ്ടാണ് നമ്മളുടെ മനസ്സിലൊക്കെ ഇന്നും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഉള്ളത്. കാവ്യത്തിലൂടെ ആകുമ്പോൾ അത് കൂടുതൽ മനസ്സിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരുന്നിട്ടില്ല എന്നാണോ അർത്ഥം? ജീവിച്ചവർ തന്നെയാണ്. അവരുടെ ഉപദേശങ്ങളെല്ലാം സത്യമാണ്, അവരുടെ ജീവിതം സത്യമാണെങ്കിലും ഇത് നമ്മളോട് പറയുന്ന രീതിയുണ്ടല്ലോ, അതിൽ വാൽമീകിയുടെയും വ്യാസന്റെയും കവിത്വ ശക്തി കൂടി ഉണ്ടാകും. അത് പഠിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക്. അതിൻ്റെ നിർവചനം തന്നെ ഇതാണ്, ഇതിഹാസത്തിൻ്റെ നിർവചനം തന്നെ ഇതാണ്: ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം ചരിത്രം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത എന്നാണ്. പുരുഷാർത്ഥ ചർച്ചയുണ്ടാകും, ധർമാധർമ്മ ചർച്ചയുണ്ടാവും, പൂർവവൃത്തം ഈ ചരിത്രമുണ്ടാകും. അതെങ്ങനെയായിരിക്കും പറയുക? കഥായുക്തമായിട്ടായിരിക്കും പറയുക. എന്ന് പറഞ്ഞാൽ ചില ഭാവനകൾ കൂടി കാണും, എന്നാലേ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഉത്തർപ്രദേശിൽ ജനിച്ച ആൾക്കാരാണെങ്കിലും കേരളത്തിലും കാശ്മീരിലും ഗുജറാത്തിലും എല്ലായിടത്തും അവർ നമ്മുടെ തൊട്ടടുത്ത അയൽവക്കക്കാരെ പോലെയല്ലേ തോന്നുക? എന്തുകൊണ്ടാണ്? ഈ കാവ്യം കൂടി ആയത് നമുക്ക് ഭാവന ചെയ്യാൻ എളുപ്പമാവും. അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങളാണ് ഇതിഹാസങ്ങൾ. ഇതിഹാസങ്ങൾ അനുസരിച്ച് വേണം ഇവരെ വിലയിരുത്താൻ. വേറൊരു പ്രത്യേകത, ഇതിഹാസങ്ങൾ ഋഷിക്കേ എഴുതാൻ പറ്റൂ, കവിക്ക് പറ്റില്ല. എഴുത്തച്ഛനും പൂന്താനവും വള്ളത്തോളും കടമ്മനിട്ട രാമകൃഷ്ണനും അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയൊക്കെ നല്ല കവികളാണ്. പക്ഷെ കവികൾക്ക് കാവ്യമേ രചിക്കാൻ പറ്റൂ. ഇതിഹാസം രചിക്കണമെങ്കിൽ ഋഷിയായിരിക്കണം. ആരാണ് ഋഷി? അർഷിക്കപ്പെട്ട ഈശ്വരൻ തൻ്റെ ബോധം, ശക്തി, ചൈതന്യം, അനുഗ്രഹം, ജ്ഞാനം എന്നിവ ആരിലാണോ അർഷിക്കപ്പെട്ടത്, ചൊരിഞ്ഞത്, കാരുണ്യപൂർവ്വം നൽകിയത്, അവരെയാണ് ഋഷി എന്ന് വിളിക്കുന്നത്. കവിക്ക് നല്ല ഭാഷ ഉണ്ടാവും, ഭാവനയൊക്കെ ഉണ്ടാവും. ഋഷിയാകണമെങ്കിൽ ഇതെല്ലാം ഈശ്വരൻ്റെ തത്വങ്ങളെക്കുറിച്ച്, സനാതനധർമ്മത്തെക്കുറിച്ച്, ധർമാധർമ്മ വ്യത്യാസങ്ങളെക്കുറിച്ച്, കൂടിയ ധർമ്മം ഏതാണ്, കുറഞ്ഞ ധർമ്മം എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ള ഒരാളാണ് ഋഷി. ആ ഋഷിക്ക് ഇതിഹാസം എഴുതാൻ പറ്റൂ. അതുകൊണ്ടാണ് വാൽമീകി മഹർഷി എഴുതിയ വാൽമീകി രാമായണം, വേദവ്യാസൻ എഴുതിയ വ്യാസമഹാഭാരതം എന്നിവയാണ് പ്രമാണമാക്കേണ്ടത്. ശ്രീരാമനെക്കുറിച്ചും ശ്രീകൃഷ്ണനെക്കുറിച്ചും പറയുമ്പോൾ അതാണ് പ്രമാണമാക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഇനി എന്തിനാണ് വാൽമീകി രാമായണം എഴുതിയത്? ആദ്യം തന്നെ പറയുന്നുണ്ട്, സനാതനധർമ്മത്തിലെ നിയമങ്ങൾക്കനുസരിച്ച, സനാതനധർമ്മത്തിലെ ധാർമ്മിക മര്യാദകൾക്കനുസരിച്ച, സനാതനധർമ്മത്തിലെ സാമൂഹ്യ മര്യാദകൾക്കനുസരിച്ച് ജീവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നേക്കുമായി ലോകത്തിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം വാൽമീകി രാമായണം രചിക്കുന്നത്. അതാണ് ആദ്യ ചോദ്യം തന്നെ അങ്ങനെയാണ്. വാൽമീകി നാരദനോട് ചോദിക്കുന്ന ആദ്യ ചോദ്യം അതാണ്. നാരദൻ നൽകുന്ന മറുപടിയിലും എന്തൊക്കെയാണ് ശ്രീരാമൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നുണ്ട്. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ വന്നാൽ അത് തെറ്റാകും, പരസ്പര വിരോധമായിരിക്കും ഉണ്ടാകും. എന്ന് മാത്രമല്ല, വാൽമീകി ഉടനീളം പ്രഖ്യാപിക്കുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൂജാവിഗ്രഹം മാത്രമല്ല രാമൻ. സനാതനധർമ്മത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവം, അല്ലെ മനുഷ്യരൂപത്തിൽ നടക്കുന്ന ധർമ്മത്തെ കാഴ്ചവെക്കാനുണ്ടെങ്കിൽ
ശ്രീരാമൻ എന്നാണ്. ശ്രീരാമനെ കുറിച്ച് പറയുന്ന രാമോ വിഗ്രഹവാൻ ധർമ്മ. ഇത് ആരാണ് പറയുന്നതെന്ന് അറിയാമോ? വാൽമീകി മാത്രമല്ല പറയുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവാനാമിവ വാസവഹ എന്ന് പറയുന്നത് ആരണ്യകാണ്ഡം 37 സർഗം 13 ശ്ലോകമാണ്. ആരാണിത് പറയുന്നത് അറിയാമോ? ആരാണിത് പറയുന്നത്? സീതയല്ല, ലക്ഷ്മണനോ ഭരതനോ ശത്രുഘ്നനോ അല്ല. ആരാണ് പറയുന്നത് അറിയാമോ? മാരീചനാണ് പറയുന്നത്. ആരാണ് മാരീചൻ? ശ്രീരാമന്റെ ശത്രുപക്ഷത്ത് നിലകൊള്ളുന്ന രാവണ സുഹൃത്താണ് മാരീചൻ. രണ്ടാമത്, ശ്രീരാമൻ വധിച്ച താടകയുടെ പുത്രൻ കൂടിയാണ് മാരീചൻ. ശ്രീരാമൻ പണ്ട് താടകയോടൊപ്പം മാരീചനെയും പ്രഹരിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ രാവണ സുഹൃത്താണ്. ശ്രീരാമൻ വധിച്ച താടകയുടെ പുത്രനാണ്. തന്നെ ശ്രീരാമൻ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മാരീചൻ തന്നെ പറയുകയാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ. ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ചൂണ്ടിക്കാട്ടി തരാൻ പറ്റുമോ? ആരാധകരും അനുകൂലികളും നമ്മളെ വാഴ്ത്താം. ശത്രുക്കളെ കൊണ്ടുപോലും ശ്രീരാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണെന്ന് പറയിപ്പിക്കണമെങ്കിൽ ശ്രീരാമൻ്റെ മഹത്വം എന്തായിരിക്കും? പക്ഷെ അവർക്ക് പോലും അറിയാം. ശ്രീരാമ ആരാധകരായ നമുക്കറിയില്ലെങ്കിലോ? അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ശ്രീരാമൻ്റെ മഹത്വം അറിയില്ല, ശ്രീരാമനെ കുറിച്ച് പുച്ഛമാണുള്ളത്. ശത്രുക്കൾക്ക് പോലും അറിയാം. അത് മാരീചൻ മാത്രമല്ല, ശത്രുപക്ഷ നിൽക്കുന്ന ബാലി പറയുന്നുണ്ട്, ശ്രീരാമന്റെ മഹത്വം പറയുന്നുണ്ട്. ബാലിയുടെ ഭാര്യ താര പറയുന്നുണ്ട്. അതുപോലെ കുംഭകർണം പറയുന്നുണ്ട്, ശൂർപ്പണക പറയുന്നുണ്ട്. താൻ സ്ത്രീ ആയതുകൊണ്ടാണ് തന്നെ കൊല്ലാതെ വിട്ടത്, താൻ കൊല്ലേണ്ട പ്രവൃത്തി തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ശൂർപ്പണക. ഇവിടെയുള്ള ചിലരാണ് ശൂർപ്പണകയുടെയും താടകയുടെയും കാര്യത്തിൽ രോഷം പ്രകടിപ്പിക്കുന്നത്. ശൂർപ്പണക പറയുന്നത് എന്നെ കൊല്ലാതെ വിട്ടത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്, കാരണം കൊല്ലാണ്ട പ്രവൃത്തിയാണ് ഞാൻ ചെയ്തതെന്നറിയാം. അതുപോലെ രാവണൻ്റെ മന്ത്രിമാർ പറയുന്നുണ്ട്. രാവണൻ്റെ സൂതൻ തേരാളി അവസാന നിമിഷവും പറയുന്നുണ്ട്. അപ്പം ശത്രുക്കളെ കൊണ്ടുപോലും തൻ്റെ മഹാത്മ്യം അംഗീകരിക്കാൻ കഴിഞ്ഞ ഒരു മഹാത്മാവിനെ കുറിച്ച് ശ്രീരാമാരാധകർ എന്ന് പറയുന്ന നമുക്ക് ഇത്രയേറെ രാമായണ മാസങ്ങളും പ്രഭാഷണം നടത്തിയിട്ടും അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുറ്റമല്ലേ അത്? നമ്മൾ ഏതാണ് പ്രചരിപ്പിക്കേണ്ടത്, ഏതാണ് ആധികാരികമെന്നറിയാതെയുള്ള പ്രമാദത്തിൽ കഴിയുന്നു എന്നാണ് ലളിതമായ ഭാഷയിലുള്ള മറുപടി. ശ്രീരാമൻ്റെ കൂടെ ധർമ്മം എവിടെയാണോ അവിടെ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് രാവണൻ്റെ സഹോദരനായ വിഭീഷണനാണ്. തൻ്റെ ഒരാളെ പോലും തൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാഹാത്മ്യമുള്ള ആളായിട്ടാണ് വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ അവതരിപ്പിക്കുന്നത്. അത് കേട്ട് നമ്മൾ രോമങ്ങൾ എഴുന്നു നിൽക്കും. ഓരോന്നും ശ്രീരാമൻ്റെ സംഭാഷണങ്ങളും മാതൃകളും കാണുമ്പോൾ വാൽമീകി രാമായണം പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള സദ്ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളൂ. അതുപോലെ സാധാരണ രാജാക്കന്മാർ അവർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിലേക്ക് പോയതിന് ശേഷമാണ് അടുത്ത യുവരാജാവിനെ രാജാവാക്കുന്നത്. ദശരഥൻ എന്താണ് ചിന്തിച്ചതെന്നറിയാമോ? താൻ ജീവിച്ചിരിക്കുക തന്നെ, താൻ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ തന്നെ ശ്രീരാമനെ രാജാവാക്കാൻ ശ്രമിച്ചു. എന്താണ് അങ്ങനെ ചിന്തിച്ചെന്നറിയാമോ? ഒന്ന്, ദശരഥന് തന്നെ ബോധ്യപ്പെട്ട ശ്രീരാമന്റെ ഗുണവിശേഷങ്ങൾ. രണ്ട്, വിശ്വസ്ത മന്ത്രിമാർ നൽകിയ ഉപദേശങ്ങൾ. പിന്നെ പ്രജകളോട് നടത്തുന്ന വോട്ടെടുപ്പ്.
പ്രജകളോട് ചോദിക്കുന്നുണ്ട് ദശരഥൻ, ഞാൻ ജീവിച്ചിരിക്കെ തന്നെ, ഞാൻ സ്ഥാനമൊഴിയാതെ തന്നെ ശ്രീരാമനെ രാജാവാക്കണമെന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ് ചോദിക്കുന്നുണ്ട്. അവരെല്ലാം കൊടുക്കുന്ന മറുപടികളുണ്ട്. ശ്രീരാമൻ്റെ മഹത്വം നമ്മൾ ശരിയായി മനസ്സിലാക്കണം, അടുത്ത തലമുറയ്ക്ക് നൽകാൻ കഴിയണം. അതുപോലെ ധർമ്മതത്വം അറിയാവുന്ന ഋഷികൾ, ധർമ്മം എന്താണ് എന്തല്ല എന്ന് വ്യക്തമായി അറിയാവുന്ന ഋഷികൾ എല്ലാവരും, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യ മഹർഷി, ഭരദ്വാജ മഹർഷി, വാൽമീകി മഹർഷി, നാരദ മഹർഷി, ദേവന്മാർ, ഇവരെല്ലാവരും ശ്രീരാമൻ്റെ മഹത്വം വാഴ്ത്തുന്നു. നമുക്കത് ചെയ്യാനാവാത്തത് ശ്രീരാമചരിതം ശരിയായി പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ്. ഇദ്ദേഹത്തെ വാൽമീകി രാമായണം വിശേഷിപ്പിക്കുന്ന എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, രാമോ വിഗ്രഹവാൻ ധർമ്മ, ശ്രീരാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവം. രണ്ട്, ഉത്തമ പുരുഷൻ, ഉത്തമ മാതൃകാ പുരുഷോത്തമൻ, നരോത്തമൻ, നരശാർദൂലൻ അഥവാ മനുഷ്യശ്രേഷ്ഠൻ തുടങ്ങിയ എത്രയേറെ വിശേഷണങ്ങളാണ് നൽകുന്നത്. അതുപോലെ മാതൃകാ ഭക്തൻ, മാതൃകാ ഉപാസകൻ, മാതൃകാ സാധകൻ ആണ് അദ്ദേഹം. ഇത് ശ്രീപരമേശ്വര ഭക്തനാണ്. നമ്മൾ പലർക്കും അറിയില്ല ആരാണ് ശ്രീപരമേശ്വരൻ. പരമശിവൻ, മഹാവിഷ്ണു, ബ്രഹ്മാവ്, പരാശക്തി, സുബ്രഹ്മണ്യൻ, ഗണപതി, ശാസ്താവ് എന്നിങ്ങനെ രാമൻ, കൃഷ്ണൻ, നാരായണൻ എന്നിങ്ങനെ പല പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരേ ഒരു പരബ്രഹ്മ തത്വത്തെയാണ് പരമേശ്വരൻ എന്ന് വിളിക്കുന്നത്. നാമങ്ങളെ ചൊല്ലി തർക്കം വേണ്ട. ഈ പരമേശ്വരൻ്റെ ഉപാസകനായിരുന്നു. വ്യക്തമായി വാൽമീകി രാമായണം പറയുന്നുണ്ട്. രാമേശ്വരം ക്ഷേത്രം അതിന് തെളിവാണ്. അതിൽ തന്നെ അദ്ദേഹം പരമേശ്വരനെയും ദേവിയെയും ഒക്കെ ഉപാസിക്കുന്ന രീതികളുണ്ട്. രാവണവധത്തിന് മുമ്പ് ജ്യോതിസ്വരൂപത്തിൽ എന്ന് പറഞ്ഞാൽ സൂര്യനിലോ അഗ്നിയിലോ ദീപത്തിലോ ധ്യാന ജ്യോതിസിലോ പരമേശ്വരനെ ആരാധിക്കുന്നൊരു മന്ത്രം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഗസ്ത്യ മഹർഷി. ആദിത്യ ഹൃദയം, അത് സൂര്യാരാധന അല്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സൂര്യനെ പരമേശ്വരനായി കണ്ട് പരമശിവനായി, വിഷ്ണുവായി, ബ്രഹ്മാവായി കണ്ട് ആരാധിക്കുന്ന രീതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ യഥാർത്ഥ രീതിയിലുള്ള അഗ്നിഹോത്രം ചെയ്യുന്ന ഒരാളായിട്ടാണ് ശ്രീരാമൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മാതൃകാ ഭക്തൻ. എന്താണ് ഭക്തൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം? രണ്ടർത്ഥങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമുക്കതുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ഒന്ന്, പല പേരുകളിൽ വിളിക്കപ്പെടുന്ന പരമേശ്വരനോട്, പേരുകൾ പലതാവും, ഒരേ ഒരാളാണ്. പല പേരുകൾ വിളിക്കപ്പെടുന്ന പരമേശ്വരനോടുള്ള നിരുപാധികമായ അൺകണ്ടീഷണലായ സ്നേഹപ്രവാഹം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഭക്തനാണ്, ഇല്ലെങ്കിൽ കുറച്ചുകൂടി നടക്കേണ്ടി വരും. രണ്ട്, ഈശ്വരൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഈശ്വര സേവനം, ധർമ്മസേവനം, ഗുരുസേവനം, ലോകസേവനം എല്ലാം ഒന്നാണ്. അത് നമ്മൾ ശരിയായി ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മൂക്കേണ്ടി വരും. എന്താണെന്നറിയാമോ? ഈശ്വര സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ പോയി നിലവിളക്ക് കൊളുത്തുക, ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി പിരിവ് നടത്തുക, ഇതൊക്കെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. പക്ഷേ യഥാർത്ഥ സേവനം, ഈശ്വരൻ തന്നെ ആവശ്യപ്പെട്ട സേവനം എന്ന് പറഞ്ഞാൽ ഈ സനാതനമായ ഈ ധർമ്മത്തിനോടുള്ള കടമകളാണ്, ധർമ്മ സംരക്ഷണമാണ്. അവരതിനു വേണ്ടിയാണ് അവതാര പുരുഷന്മാർ പോലും വന്നത്. അതിനുവേണ്ടിയാണ് പരമേശ്വരൻ തന്നെ വന്ന് സനാതനധർമ്മം നൽകിയത്. അതിനുവേണ്ടിയാണ് ഇവിടെ ഗുരുപരമ്പരകൾ ഉണ്ടായത്. ശ്രീകൃഷ്ണനും ശ്രീരാമനുമെല്ലാം പല തവണ വ്യക്തമാക്കിയിട്ടുണ്ട്, സനാതനമായ ഈ ധർമ്മ സംരക്ഷണമാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയായി പഠിക്കുക, അധ്യയനം എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ. രണ്ടാമത്, ഇത് ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കടമ. മൂന്നാമത്, എല്ലായിടത്തും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കടമ. നാലാമത്തെ കടമ, പഠിപ്പിക്കാൻ കഴിവുണ്ടാകുമ്പോൾ എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കടമ, അധ്യാപനം.
അഞ്ചാമത്തെ കടമ സനാതനധർമ്മത്തെയും ഈ ജനങ്ങളെയും ലോകത്തെയും രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇന്നുള്ള വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് എതിരെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ബോധത്തോടു കൂടി വരും തലമുറയെ കൂടി രക്ഷിക്കാൻ പറ്റിയ പ്രവർത്തനങ്ങൾ കർമ്മയോഗ മനോഭാവത്തോടെ കൂടി ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കടമ. ഇങ്ങനെ 5 കടമകൾ, പഞ്ചമഹാകർത്തവ്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഭക്തനാവുന്നത്. അധ്യയനം, അനുഷ്ഠാനം, പ്രചാരണം, അധ്യാപനം, സംരക്ഷണം. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം മാതൃകാ ഭക്തനാണ്. കുറച്ച് സമയമേ ഉള്ളത് കൊണ്ട് ഞാൻ കൂടെ പറയുന്നില്ല. അതുപോലെ മാതൃകാ ശിഷ്യനാണ് അദ്ദേഹം. വസിഷ്ഠൻ്റെ, വിശ്വാമിത്രൻ്റെ, അഗസ്ത്യ മഹർഷിയുടെ, ഋഷിമാരുടെയൊക്കെ മാതൃകാ ശിഷ്യനാണ്. അതുപോലെ സനാതനധർമ്മത്തിലെ മാതൃകാ സംരക്ഷകനാണ് അദ്ദേഹം. സനാതനധർമ്മത്തിനെതിരായ ശത്രുക്കളുടെ മാതൃകാ ശത്രു കൂടിയാണ് അദ്ദേഹം. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല അദ്ദേഹത്തിന്. വനത്തിലേക്ക് പോകാൻ പോകുമ്പോൾ സീത ചോദിക്കുന്നുണ്ട് ശ്രീരാമനോട്, എന്തിനാണ് വനത്തിലേക്ക് പോകുമ്പോൾ, തപസ്യയായിട്ട് പോകുമ്പോൾ എന്തിനാണ് അദ്ദേഹം തൻ്റെ വില്ലും അമ്പുമൊക്കെ എടുക്കുന്നത്, കോദണ്ഡപാണിയായി പോകുന്ന എന്തുകൊണ്ടാണ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, സനാതനധർമ്മ സംരക്ഷണമാണ് എൻ്റെ ജീവിതവ്രതം. എൻ്റെ ഓരോ ശ്വാസത്തിലും അതാണുള്ളത്. അതിനെതിരെയുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ എനിക്കാകാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ചെറുക്കാൻ ഈ ആയുധങ്ങൾ എനിക്ക് വേണം എന്നാണ് പറയുന്നത്. വനത്തിൽ പോകുമ്പോഴും അത് കൊണ്ടുപോയി. അത് ശരിയായിരുന്നുവെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. അതുപോലെ മാതൃകാ പുത്രനാണ്. ദശരഥൻ്റെ മനസ്സ് മനസ്സിലാക്കി, ദശരഥൻ്റെ ധർമ്മസങ്കടം മനസ്സിലാക്കി അദ്ദേഹം കാട്ടിലേക്ക് പോയി. 14 വർഷം പോയിട്ട് 1 വർഷം ഒന്ന് കാട്ടിലേക്ക് പോകാൻ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞാൽ എന്തായാലും കേൾക്കുക. മുഗൾ ചക്രവർത്തിമാർ ചെയ്തതുപോലെ പിടിച്ചകത്തിടും. ഷാജഹാനും ഔറംഗസീബൊക്കെ ചെയ്തതുപോലെ അച്ഛനെ അകത്താക്കി രാജ്യം പിടിക്കും. ഇതല്ല, ഒരു പരാതിയും പറയാതെ അദ്ദേഹം പോയി. അതുപോലെ അച്ഛനെ മാത്രം പുത്രനായിരുന്നില്ല, അമ്മമാരുടെയും പുത്രനായിരുന്നു. 3 അമ്മമാരുടെയും മാതൃകാ പുത്രനായിരുന്നു. കൗസല്യ സുതനായിട്ട് ജനിച്ചെങ്കിലും കൗസല്യയ്ക്ക് മാത്രമല്ല കൈകേയിക്കും സുമിത്രനുമൊക്കെ അതുപോലുള്ള പുത്രനായിരുന്നു. കൈകേയി തന്നെ മന്ദരോട് പറയുന്നുണ്ട്, ഭരതനേക്കാളേറെ എന്നെ സ്നേഹിക്കുന്നവനാണ് ശ്രീരാമൻ. അവനെങ്ങനെ കാട്ടിലേക്ക് അയക്കി എനിക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കാട്ടിലേക്ക് അയക്കുന്ന തീരുമാനം പറയുന്നത് കൈകേയിയാണ്. ദശരഥൻ മിണ്ടാതിരിക്കുകയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, അമ്മ എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പോകുമായിരുന്നല്ലോ എന്നാ പറയുന്നു. യാതൊരു പിണക്കയില്ല. തിരിച്ചവിടെ എത്തുമ്പോൾ ഭരതൻ അമ്മയെ കുറെ ചീത്ത പറഞ്ഞിട്ടാണ് വനത്തിലേക്ക് പോകുന്നത്. അപ്പം എന്നാൽ ഭരതനോട് കുറച്ച് ഏഷണി കൂട്ടി കൊടുക്കാമെന്നല്ല ശ്രീരാമൻ പറഞ്ഞു. ശ്രീരാമൻ സത്യം ചെയ്യിപ്പിച്ചു, അമ്മയോട് മോശമായി പെരുമാറരുത്, കാരണം അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി. ശ്രീരാമനെ കാട്ടിലേക്ക് വിട്ട ആളെന്ന രീതിയിൽ ഭരതന് കൈകയോട് ഒടുങ്ങാത്ത അമർഷമുണ്ടായിരുന്നു. ഭരതൻ്റെ അമർഷം ശമിപ്പിക്കാൻ വേണ്ടി ശ്രീരാമൻ പറയും, സത്യം ചെയ്യിപ്പിക്കുന്നു, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ സത്യം ചെയ്യുക, അമ്മയോട് ഏറ്റവും സ്നേഹത്തോടുകൂടി പെരുമാറുക. കൈകയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുന്നു അദ്ദേഹം. ആരും പറയാത്തൊരു കാര്യമാണ്. കാരണം കൈകയെ വിവാഹം കഴിക്കുന്ന സമയത്ത് കൈകേയിക്കുണ്ടാകുന്ന പുത്രന് രാജ്യം കൊടുക്കാം എന്നൊരു ഉറപ്പുണ്ടായിരുന്നു ആദ്യം. പക്ഷെ 8 വർഷമാണ് ഇതിൻ്റെ കാലാവധി. 8 വർഷത്തിന് ശേഷമല്ല, 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരുണ്ടാകുന്നത്. അപ്പോൾ അത് കാലഹരണപ്പെട്ടു പോയി. അപ്പം അതിൻ്റെ പേരിലായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്, അമ്മയെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് അമ്മയോടുള്ള മനോഭാവം പോലും തിരുത്തുന്നു. ലോക ചരിത്രത്തിൽ ആരെങ്കിലും കാട്ടിയിട്ടുണ്ടോ? അതുപോലെ യുദ്ധകാണ്ഡത്തിൽ തന്നെ ദശരഥനുമായി ശ്രീരാമൻ സംസാരിക്കുന്ന അവസ്ഥ വരുമ്പോൾ ദശരഥനോട് ആദ്യം പറയുന്ന കാര്യം, എൻ്റെ അമ്മ കൈകേയിയോട് അങ്ങ് മാപ്പാക്കണം. അങ്ങയുടെ മരണത്തിനും എന്നെ ഇതിലേക്ക് നയിക്കുന്നതിൽ അമ്മയ്ക്ക് പങ്കുണ്ടെന്ന് കരുതി അമ്മയോട് അല്പം പോലും ഖേദം അരുത്, അമ്മയ്ക്ക് മാപ്പാക്കണമെന്ന് പറയാനായിട്ട് ആർക്കാണ് സാധിക്കുക? രാവണൻ പോലും പറഞ്ഞത്, പല പ്രാവശ്യം ദൂതന്മാരയച്ചു, സീതയെ വിട്ടുതന്നാൽ ഞാൻ തിരിച്ചു പൊക്കോളാം, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനൊരാളെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്? രാവണൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് രാവണൻ്റെ എടുത്തു പറയാൻ ചില ഗുണങ്ങൾ പറയുന്നുണ്ട് ശ്രീരാമൻ.
രാമന് ഉചിതമായ സംസ്കാര കർമ്മങ്ങൾ രാവണന് ചെയ്യാൻ പറയുന്നുണ്ട് ശ്രീരാമൻ. വിഭീഷണനെ രാജാവാക്കുന്നുണ്ട്. ശ്രീരാമൻ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പെണ്ണിനോ സമ്പത്തിനോ പെരുമയ്ക്കോ വേണ്ടിയല്ലായിരുന്നു ശ്രീരാമൻ്റെ യുദ്ധങ്ങൾ, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു. ആകെ ചെയ്തത് പുഷ്പക വിമാനത്തിൽ അയോധ്യയിൽ എത്തിച്ചു. എന്നിട്ട് പുഷ്പവിമാനം എന്ത് ചെയ്യുന്നറിയാമോ? പഴയ ആള് വൈശ്രവണൻ്റെ ആയിരുന്നു പുഷ്പവിമാനം. രാവണൻ തട്ടിക്കൊണ്ടുപോയതാണ്. അത് കൊടുത്ത് രാവണന്റെ തെറ്റിന് വരെ പ്രായശ്ചിത്തം ചെയ്തു. അതുപോലെ ബാലിയെ വധിച്ചു കഴിഞ്ഞ് അടുത്ത രാജാവാക്കുന്നത് ആരെയാണ് വെച്ചിരുന്നത്? സുഗ്രീവനോട് പറഞ്ഞത് താരയെ സംരക്ഷിക്കണമെന്ന് മാത്രമല്ല, ബാലിയുടെ മകൻ അംഗദനെ രാജാവാക്കി അപ്പം തന്നെ അഭിഷേകം ചെയ്യിപ്പിച്ചു. എല്ലാവരോടും നീതി പുലർത്തുന്ന ആളാണ്. ബാലി എന്തിനെ കൊന്നെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയെ സമ്മതമില്ലാതെ ബലാത്കാരം ചെയ്യുന്നത് സനാതന ധർമ്മത്തിൽ വധാർഹമായ തെറ്റാണ്. അത് തന്നെയാണ് ഉത്തരം. രാവണനോടും അത് തന്നെയാണ് ചെയ്തത്, ദുശാസനോടും ദുര്യോധനോടൊക്കെ അത് തന്നെയാണ് ചെയ്തത്. സനാതന ധർമ്മത്തിൽ ഒരാൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ സമ്മതമില്ലാതെ ഒരു സ്ത്രീയെ ബലാത്കാരം ചെയ്യുക, അവിടെ അബലാവസ്ഥ മനസ്സിലാക്കി അവളെ ബലാത്കാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ വധാർഹമായ തെറ്റായിട്ടാണ് കാണുന്നത്. അത് അന്നത്തെ രീതിയാണ്. അതുപോലെ മാതൃകാ പുത്രൻ മാത്രം മാതൃകാ സഹോദരനാണ്. ലക്ഷ്മണൻ്റെ, ഭരതൻ്റെ, ശത്രുഘ്നൻ്റെ മാതൃകാ സഹോദരനാണ്. അവർക്കെല്ലാം ശ്രീരാമൻ്റെ മഹത്വം അറിയാം. ഭരതൻ്റെ കാര്യം അറിയാമല്ലോ. ഭരതൻ ശ്രീരാമൻ്റെ പാതുകം വെച്ചാണ് അവിടെ രാമരാജ്യം ആദ്യം സ്ഥാപിച്ചത് ഭരതനാണ്. ലക്ഷ്മണൻ്റെ ഒരു സംഭവം ഓർക്കുക. ലക്ഷ്മണൻ ചെറുപ്പം മുതലേ ശ്രീരാമൻ്റെ സന്തത സഹചാരിയാണ്. ആ ലക്ഷ്മണൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ദ്രജിത്തുമായിട്ട് വലിയൊരു പോരാട്ടം നടക്കുന്നു. ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ വധിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. ഇന്ദ്രജിത്ത് അത്ര ശക്തനാണ്, ദേവന്മാരെ പോലും തോൽപ്പിച്ചവൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അസ്ത്രങ്ങളുണ്ട്, ദിവ്യാസ്ത്രമുണ്ട്, മായാവിയാണ്. അങ്ങനെയുള്ള ഇന്ദ്രജിത്തിനെതിരെ അവസാനത്തെ അസ്ത്രം എടുക്കുമ്പോൾ ലക്ഷ്മണൻ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ ധർമ്മിഷ്ഠനാണ്, സത്യസന്ധനാണ്. ധർമ്മത്തിൽ നിന്ന് ഇളകാത്ത, ഈശ്വരൻ നിശ്ചയിച്ച ധർമ്മത്തിൽ നിന്ന് ഇളകാത്ത ഒരാളാണെങ്കിൽ മാത്രം ഈ അസ്ത്രം ഇന്ദ്രജിത്തിനെ കൊല്ലട്ടെ എന്നാണ്. അത്രയ്ക്ക് ഉറപ്പാണ്. ജീവൻ മനം പോരാട്ടം നടക്കുമ്പോൾ പോലും ശ്രീരാമന്റെ മഹത്വത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള, എപ്പോഴും കൂടെയുള്ള ലക്ഷ്മണനാണത് പറയുന്നത്. എത്രയോ സന്ദർഭങ്ങളാണ് അതിനകത്തുള്ളത്. അതുപോലെ മാതൃകാ ഭർത്താവ്. സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ശ്രീരാമൻ്റെ വ്യഥ നിങ്ങളൊന്ന് വായിക്കണം. സീതയ്ക്ക് വേണ്ടിയുള്ള ത്യാഗങ്ങളായിരുന്നു യുദ്ധങ്ങൾ പോലും. സീതയെ വിട്ടുകിട്ടിയാൽ രാവണനെ കൊല്ലുകയുമില്ല. സീത വേറൊരാളുടെ, രാവണനെ പോലെ ഒരു മോശം സ്വഭാവമുള്ള ഒരാളുടെ അടുക്കൽ കഴിയേണ്ടി വന്നെങ്കിൽ പോലും ശ്രീരാമൻ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അതാണ് അവിടെ തെളിയിക്കുന്നത്. അതുപോലെ അയോധ്യയിൽ ശ്രീരാമൻ സീതയോടൊപ്പമാണ് കയറുന്നത്, സീതയോടൊപ്പമാണ് ഭരിക്കുന്നത്. വ്യക്തമായ തെളിവുണ്ട്. നമ്മൾ ഉത്തരകാണ്ഡം എന്നുള്ള പിന്നീടുള്ള പ്രക്ഷിപ്തം കൂട്ടിച്ചേർത്ത് ചിന്തിച്ച് നമ്മൾ ചെറുപ്പം മുതലേ ശ്രീരാമനെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രീരാമക്ഷേത്രത്തിൽ പോയി തൊഴും, പക്ഷെ വായിച്ച് ഇത് പ്രചരിപ്പിക്കുന്ന വേണ്ടി നമ്മൾ ശ്രീരാമനെതിരെ മഹാ അപരാധമാണ് നമ്മുടെ ജനത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മാതൃകാ സുഹൃത്ത്. സുഗ്രീവനോട്, ഹനുമാനോട്, വിഭീഷണനോട്, ഗുഹനോടൊക്കെയുള്ള പെരുമാറ്റം ശ്രദ്ധിക്കുക. സ്ത്രീജനങ്ങളുടെ സംരക്ഷകനായിരുന്നു അദ്ദേഹം. രുമയെ ബലാത്കാരം ചെയ്ത് തട്ടിയെടുത്തു എന്നുള്ള ഒറ്റ കുറ്റത്തിനാണ് ബാലിയെ കൊന്നത്. സീതയെ വധിക്കാൻ ശ്രമിച്ചു, അതുപോലെ തട്ടിക്കൊണ്ടുപോകുന്നുള്ള കാരണം കൊണ്ടാണ് രാവണനെ വധിക്കുന്നത്. സീതയെ അന്ന് ഉപദ്രവിച്ചവരെ പോലും മാപ്പ് കൊടുക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത്. സീതയും മാപ്പ് കൊടുത്തു. സീതയെ അവിടെ അന്ന് കുറെ രാക്ഷസിമാർ ഉപദ്രവിച്ചിരുന്നു, അവർക്ക് പോലും മാപ്പ് കൊടുത്തു. കാരണം അവർ രാവണൻ്റെ ആജ്ഞയല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ ഉപദ്രവിച്ചവർക്ക് പോലും മാപ്പ് കൊടുത്ത ആളാണ്. അതുപോലെ മാതൃകാ പിതാവാണ്, ലവകുശന്മാരുടെ മാതൃകാ പിതാവാണ്. യുദ്ധകാണ്ഡത്തിൻ്റെ അവസാനം ദേവന്മാർ വന്നിട്ട് പറയുന്നുണ്ട്, സീതയ്ക്കുണ്ടാവുന്ന മക്കളെ നല്ലവണ്ണം രാജാക്കന്മാരായിട്ട് വളർത്തുക എന്ന് പറയുന്നുണ്ട് ശ്രീരാമനോട്. അപ്പോൾ അങ്ങനെയുള്ള ശ്രീരാമൻ ഇവരെ കാട്ടിലേക്ക് അയക്കുമോ എന്ന് ചിന്തിച്ചാൽ മതി. ലവകുശന്മാരെ നല്ലവണ്ണം വളർത്തിയെടുത്ത ആളാണ്, മാതൃകാ രാജാവാണ്. ഇന്നും നമുക്ക് രാമരാജ്യം എന്നുള്ള സങ്കല്പമാണ് എല്ലാവർക്കുമുള്ളത്. രാമരാജ്യം.
രാമരാജ്യ മാതൃക മഹാത്മാഗാന്ധി പോലും ഉയർത്തിപ്പിടിച്ചിരുന്നു. അന്ന് ത്രേതായുഗത്തിൽ എവിടെ ഒരു അയോധ്യ പോലുള്ള സ്ഥലങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും മാത്രം നടപ്പിലാക്കിയ ഈ രാമരാജ്യം, ആദ്യം ഭരതനും പിന്നീട് ശ്രീരാമനും സ്ഥാപിച്ച രാമരാജ്യം ഇന്നും നമുക്ക് പ്രചോദകമാകുന്നുണ്ടെങ്കിൽ ശ്രീരാമന്റെ മഹത്വം നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ഉള്ള ശ്രീരാമനെയാണ് നിരവധി ആൾക്കാർ വളരെ മോശമായ രീതിയിൽ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെയുള്ള മറുപടി ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരു ശനിയാഴ്ച തോറും, വിജയദശമി കഴിഞ്ഞുള്ള ശനിയാഴ്ച തോറും 7 മുതൽ 8 മണി വരെ 1 മണിക്കൂർ ഇത് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. സനാതനധർമ്മം എന്താണ്, എന്തല്ല, അതിനെതിരെ വ്യാപകമായി ഉയർത്തുന്ന വിമർശനങ്ങൾക്കുള്ള ശാസ്ത്രയുക്തവും യുക്തിഭദ്രവും പ്രമാണസിദ്ധവുമായ മറുപടികൾ ശ്ലോകങ്ങൾ സഹിതം, പേജ് നമ്പറുകൾ സഹിതം പറയുന്ന ഒരു പ്രഭാഷണ പരമ്പരകൾ ആരംഭിക്കാൻ പോവുകയാണ്. വിജയദശമി കഴിഞ്ഞ ദിവസമുള്ള ആദ്യ ശനിയാഴ്ച മുതൽ മലയാളത്തിലായിരിക്കും ശനിയാഴ്ച. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാകും. അതുപോലെ തന്നെ നിരവധി ക്ലാസ്സുകൾ, സനാതനധർമ്മത്തെ സിസ്റ്റമാറ്റിക്കായി പഠിപ്പിക്കാൻ പറ്റുന്ന നിരവധി ക്ലാസ്സുകൾ നടത്താൻ പോവുകയാണ്. നമ്മൾ വിജയദശമി ദിവസം മുതൽ ആരംഭിക്കും. അന്ന് രാത്രി 7 മുതൽ 8 മണി വരെയാണ്, 1 മണിക്കൂറാണുള്ളത്. മലയാളത്തിലായിരിക്കും. അത് ആധ്യാത്മിക ശാസ്ത്രം ക്ലാസ് ആയിരിക്കും. പിറ്റേ ദിവസം ഇംഗ്ലീഷിലുണ്ടാവും. ഞായറാഴ്ച ദിവസം സുദർശനം ക്ലാസ്സാണ്. ചൊവ്വാഴ്ച ദിവസം ആധ്യാത്മിക ശാസ്ത്രം ക്ലാസ്സാണ്. ബുധനാഴ്ച ഇംഗ്ലീഷിലുണ്ടാവും. വ്യാഴാഴ്ച ദിവസം ഭാരതീയ സംസ്കൃതി ക്ലാസ്സാണ് ഉണ്ടാവുക. പിറ്റേ ദിവസം അതിൻ്റെ ഇംഗ്ലീഷിലുണ്ടാവും. ശനിയാഴ്ച ദിവസം ഇതുപോലെ പ്രഭാഷണ പരമ്പരകൾ ഉണ്ടാവും. ദയവായി ഇവിടെ വന്ന് ഇത്രയും നേരം നമ്മളെല്ലാവരെയും ശ്രവിച്ചിരിക്കാനുള്ള സന്മനസ് കാട്ടിയ നിങ്ങളോടുള്ള എൻ്റെ വിനീതമായ അഭ്യർത്ഥന, ഇതേ താല്പര്യം നിങ്ങൾ മൊബൈലുണ്ടല്ലോ, മൊബൈലോ ടാബോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കേൾക്കാൻ സാധിക്കും. മൊബൈലുണ്ടെങ്കിൽ ചെവിയിൽ ഇയർഫോൺ വെച്ച് നിങ്ങളുടെ കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാൻ കഴിയും. തടസ്സമില്ല. ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇത്രയും സമയം പോവില്ല. അത് കേൾക്കാനുള്ള സന്മനസ്സുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഒരു മൂവ്മെൻ്റ് കൂടി ഉണ്ടായാൽ മാത്രമേ ഇന്ന് ശാശ്വത പരിഹാരമാകൂ എന്നറിയിക്കുന്നു. ഋഷിമാരോടുള്ള അവതാരങ്ങളുള്ള കടമ നിർവഹിക്കേണ്ടത് സ്വാധ്യായം കൊണ്ടാണ്. അവരോടുള്ള കടമ, പൂജ ശരിയായി നിർവഹിക്കേണ്ടത് അവരുടെ ജീവിതവും ദർശനവും ശരിയായി പഠിച്ചും പ്രചരിപ്പിച്ചുമാണ്. ആ സ്വാധ്യായത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. ഇവിടെ ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.